കേരള സർക്കാർ, കേരള സ്റ്റേറ്റ് IT മിഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് അവതരിപ്പിക്കും സേഫ് ടെക് സൈബർ സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിൻ. നമുക്കൊരുമിച്ച് ഒരു സുരക്ഷിത ഡിജിറ്റൽ കേരളം നിർമ്മിക്കാം. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് മോഡ്യൂൾ 5, സ്ത്രീകളുടെ ഓൺലൈൻ സുരക്ഷ. ഓൺലൈൻ ഉപദ്രവങ്ങൾ ഒരു ചെറിയ വിഷയമല്ല, അതൊരു സീരിയസ് കുറ്റകൃത്യമാണ്. വിശ്വാസം ഉണ്ടാക്കി പണം ചോദിക്കുന്നതും വീഡിയോ കോൾസ് റെക്കോർഡ് ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതും എല്ലാം ലോ അനുസരിച്ച് കുറ്റമാണ്. ഡേറ്റിംഗ് ആപ്സ് യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ സൂക്ഷ്മബോധം വേണം. ഫസ്റ്റ് മീറ്റ് എപ്പോഴും പൊതുസ്ഥലത്തായിരിക്കും. പേഴ്സണൽ വിവരങ്ങൾ പെട്ടെന്ന് ഷെയർ ചെയ്യരുത്. ഹായ്, ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ സുരക്ഷ ഏറ്റവും പ്രധാനമാണ്. ചില ലളിതമായ കാര്യങ്ങൾ പാലിച്ചാൽ നിങ്ങൾക്ക് സുരക്ഷിതമായി ആളുകളെ പരിചയപ്പെടാം. ആദ്യമായി കാണുമ്പോൾ എപ്പോഴും പൊതുസ്ഥലങ്ങളും വീട്ടുവിലാസം പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ തുടക്കത്തിൽ തന്നെ നൽകാതിരിക്കുക. കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് ഒരു ചെറിയ വീഡിയോ കോൾ നടത്തി എന്തെങ്കിലും അൺകംഫർട്ടബിൾ ആയി തോന്നുന്നുവെങ്കിൽ ഭയപ്പെടാതെ ബ്ലോക്ക് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് നിയമപരമായ സംരക്ഷണം ഉണ്ട് എന്ന് ഓർക്കാം. സ്ത്രീകളെതിരായ ദുരുപയോഗമാണെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ വിമനെയും ബന്ധപ്പെടാം. അപമാനം സഹിക്കേണ്ടതില്ല. ബ്ലോക്ക് ചെയ്യൂ, റിപ്പോർട്ട് ചെയ്യൂ, സുരക്ഷിതരായിരിക്കൂ. അഞ്ചാമത്തെ കാര്യം സ്ത്രീകളുടെ സുരക്ഷയാണ്. ഇത് വളരെ ഗൗരവമായി കേൾക്കുക. സ്ത്രീകളെ ലക്ഷ്യമിട്ട് പലതരം തട്ടിപ്പുകളും നടക്കുന്നു. അതിൽ ഒന്നാണ് സൈബർ സ്റ്റോൾക്കിംഗ്. ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ നിരന്തരം മെസ്സേജ് അയക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ സമയം നോക്കിയിരിക്കുന്നു. ഇത് ഒരു കുറ്റകൃത്യമാണ്. പല പെൺകുട്ടികൾക്കും പേടിയാണ്. ആരെങ്കിലും മോശം മെസ്സേജ് അയച്ചാൽ അല്ലെങ്കിൽ ഫോട്ടോ വച്ച് ഭീഷണിപ്പെടുത്തിയാൽ അവർ വീട്ടിൽ പറയാറില്ല. കുറ്റവാളികൾക്ക് വേണ്ടതും അതാണ്. ആരെങ്കിലും നിങ്ങളുടെ ഫോട്ടോ മോർഫ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് പണം കൊടുക്കരുത്. ഒരു തവണ പണം കൊടുത്താൽ അവർ വീണ്ടും ചോദിക്കും. ഇത്തരം അവസ്ഥയിൽ എന്തു ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് അവരെ ബ്ലോക്ക് ചെയ്യുക. അവരോട് സംസാരിക്കാൻ നിൽക്കരുത്. രണ്ടാമത്, ആ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യാതെ സൂക്ഷിക്കുക. സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുക. അതാണ് തെളിവ്. ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നവർ സൂക്ഷിക്കുക. നേരിട്ട് കാണാൻ പോകുമ്പോൾ എപ്പോഴും പബ്ലിക് പ്ലേസുകൾ മാത്രം തിരഞ്ഞെടുക്കുക. ഒറ്റയ്ക്ക് പോകരുത്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഉണ്ട്. ഒരു പേപ്പറും പേനയും എടുത്ത് എഴുതി വയ്ക്കുക. വുമൺ ഹെൽപ്പ് ലൈൻ 1091, മറ്റൊന്ന് 181. ഈ നമ്പറുകളിൽ വിളിച്ചാൽ നിങ്ങൾക്ക് സഹായം ലഭിക്കും. APK എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് പാക്കേജ് ഫയലാണ്. ഇത് മൊബൈലിൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫയലാണ്. ഫാസ്റ്റർ പേയ്മെന്റ് അല്ലെങ്കിൽ ഹയർ ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞ് APK ഫയലുകൾ അയച്ചാൽ അതിൽ വിശ്വസിക്കരുത്. ഇത്തരത്തിലുള്ള APK ഫയലുകൾ പലപ്പോഴും തട്ടിപ്പിന് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് അപരിചിത APKകൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഒഴിവാക്കുക.